So, good morning to all. അപ്പോൾ നമ്മൾ S4OS ലാബിന്റെ എക്സ്പെരിമെന്റ് നമ്പർ 3 ആയ ഷെൽ പ്രോഗ്രാമിൽ രണ്ട് എക്സ്പെരിമെന്റ്സ് കംപ്ലീറ്റ് ചെയ്തു, ഓഡ് ഓർ ഈവൻ. പിന്നെ നമ്മൾ ഇന്നലെ ഒരു ലീപ്പ് ഇയർ ഓർ നോട്ട് എന്ന് പറഞ്ഞ രണ്ട് എക്സ്പെരിമെന്റ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ എക്സ്പെരിമെന്റ് എന്താണ്? ബിഗ്ഗസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യും, അതിൽ നിന്ന് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് മൂന്നാമത്തെ എക്സ്പെരിമെന്റ്. സോ ആ മൂന്നാമത്തെ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. സോ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: ഷെൽ പ്രോഗ്രാം ഓഫ് ബിഗ്ഗസ്റ്റ് 3 നമ്പേഴ്സ്. ആൻഡ് എയിം എന്ന് പറയുമ്പോൾ ടു റൈറ്റ് എ സിമ്പിൾ ഷെൽ പ്രോഗ്രാം ടു ഫൈൻഡ് ഔട്ട് ദ ബിഗ്ഗസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. അൽഗോരിതം നോക്കാം. നേരത്തെ എഴുതിയ സെയിം അൽഗോരിതം പോലെ തന്നെ നമുക്കിവിടെ എൻ്റർ ചെയ്യേണ്ട 3 നമ്പേഴ്സ് ആയതുകൊണ്ട് റീഡ് ദ വാല്യൂ ഓഫ് 3 നമ്പേഴ്സ് num1, num2, num3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്റ്റെപ്പ് 3യിൽ ഒരു കണ്ടീഷൻ പറയണം നമുക്കിത് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദ വാല്യൂ ഓഫ് num1 മൈനസ് num2 എന്ന് വെച്ചാൽ, ഇതിൽ പറയുന്നത് എസ് ടിയും ജി ടി എന്നും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. എസ് ടി എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ്, ജി ടി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ്. നമ്പർ 1 നമ്പർ 2നെയും കാട്ടി ഗ്രേറ്റസ്റ്റ് ആണോ, അതോ നമ്പർ 1 നമ്പർ 3നെയും കാട്ടി ഗ്രേറ്റസ്റ്റ് ആണോ, ദെൻ പ്രിന്റ് num1 ഈസ് ഗ്രേറ്റർ. അതേപോലെ നെക്സ്റ്റ് ചെയ്യാം. If number 2 is greater than number 3, then print number 2 is greater. Number 2 number 3നെ കാട്ടി ഗ്രേറ്റസ്റ്റ് ആണോ, ആണെങ്കിൽ number 2 ഗ്രേറ്റർ ആണെന്ന് പ്രിന്റ് ചെയ്യുക. Else print number 3 is greater. ഈ രണ്ട് കണ്ടീഷനും ഫാക്ട് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് അവസാനം എന്ത് പറയാം? നമ്പർ 3 ആണ് ഗ്രേറ്റർ എന്ന്. ഇതാണ് അതിന്റെ അൽഗോരിതം. ഈ അൽഗോരിതം ബേസ് ചെയ്ത് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യും? പ്രോഗ്രാം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. സോ പ്രോഗ്രാം വന്നിട്ട് ഫസ്റ്റ് നമ്മൾ എന്താ ഫസ്റ്റ് പറഞ്ഞ എന്താ? റീഡ് ദ നമ്പേഴ്സ് ഓഫ് 3 നമ്പേഴ്സ്. റീഡ് 3 നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? എൻ്റർ ഉള്ള കമാൻഡ് കൊടുക്കുക. എൻ്റർ ഉള്ള കമാൻഡ് എന്താണ്? ഈ എക്കോ എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യാൻ, ഡിസ്പ്ലേ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ എക്കോ, നമുക്കൊരു ഹെഡിങ് കൊടുക്കുക ആദ്യം. ഗ്രേറ്റസ്റ്റ് എമംഗ് 3 എന്നൊരു ഹെഡിങ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോണം ഓരോ നമ്പേഴ്സ്. 3 നമ്പേഴ്സ് നമുക്ക് എൻ്റർ ചെയ്യണം. ആദ്യം നമുക്ക് നമ്പർ 1 എൻ്റർ ചെയ്യാം. സോ നമ്പർ 1 എന്ന് പറയുമ്പോൾ എക്കോ എൻ്റർ നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ് എക്കോ എൻ്റർ നമ്പർ 1. നമ്പർ 1 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. അപ്പം അടുത്ത് എങ്ങനെ എഴുതും? റീഡ് നമ്പർ 1. ഓക്കെ, ഇപ്പൊ ഒരു നമ്പർ റീഡ് ചെയ്തു, ഒരു നമ്പർ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത നമ്പർ. അപ്പൊ അതേപോലെ സെയിം ആയിട്ട് എഴുതണം. എന്താ വ്യത്യാസം വേണം? എന്താ? നമ്പർ 1ന് വരും നമ്പർ 2. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വരും? എക്കോ എൻ്റർ നമ്പർ 2. അതിനെ റീഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? റീഡ് നമ്പർ 2. ഇതേപോലെ ഇനി അടുത്ത് മൂന്നാമത്തെ നമ്പർ ആകുമ്പോൾ എക്കോ എൻ്റർ നമ്പർ 3. റീഡ് നമ്പർ 3. 3 സ്റ്റെപ്പ് ഓക്കെ ആണല്ലോ. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഒരു ഹെഡിങ് കൊടുത്തു, ഗ്രേറ്റസ്റ്റ് എമംഗ് 3 എന്ന്. എന്നിട്ട് ഓരോ നമ്പർ ആയിട്ട് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ആയിട്ട് 3 നമ്പേഴ്സ് എൻ്റർ ചെയ്തു, അതിനെ റീഡ് ചെയ്തു. ഇനി നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. കണ്ടീഷൻ എങ്ങനെ അപ്ലൈ ചെയ്യും? നമ്മൾ കണ്ടീഷൻ എന്താ പറഞ്ഞത്? നമ്പർ 1ൽ നിന്ന് നമ്പർ 2 ഗ്രേറ്റസ്റ്റ് ആണോ, നമ്പർ 1ൽ നിന്ന് നമ്പർ 3 ഗ്രേറ്റസ്റ്റ് ആണോ, അതാണ് നമ്മുടെ കണ്ടീഷൻ. സോ കണ്ടീഷൻ എങ്ങനെ എഴുതുന്നു വെച്ചാൽ, ഇഫ് കണ്ടീഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇഫ് ബ്രാക്കറ്റിൽ നമ്മൾ ഒരു വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി $സൈൻ കൊടുക്കും. സോ $സൈൻ നമ്പർ 1 മൈനസ് ജി ടി. ജി ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രേറ്റസ്റ്റ് ആണ്. ഗ്രേറ്റസ്റ്റ് ആണോ, മൈനസ് അല്ല ഇത് ഉദ്ദേശിക്കുന്നത്, ഈക്വൽ ടു ഗ്രേറ്റസ്റ്റിന് ഈക്വൽ ആണെന്നാണ്. ഗ്രേറ്റസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് മൈനസ് ജി ടി ഇവിടെ കൊടുത്തിരിക്കണം. മൈനസ് ജി ടി, വീണ്ടും $സൈൻ നമ്പർ 2 എന്ന് വെച്ചാൽ നമ്പർ 1 നമ്പർ 2നെയും കാട്ടി ഗ്രേറ്റസ്റ്റ് ആണോ. ആൻഡ് 2 ആൻഡ് കൊടുക്കൂടെ. 2 ആൻഡ് കൊടുത്തിട്ട് എന്താണ്? നമ്പർ 1 ഗ്രേറ്റസ്റ്റ് ആണോ ആരുമായിട്ട്? നമ്പർ 3. സോ നമ്പർ 1ന്റെ കേസ് നോക്കുകയാണ്. 2ൽ നിന്നും 3ൽ നിന്നും നമ്പർ 1 ഗ്രേറ്റസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ആണെങ്കിൽ ഇതിപ്പോൾ നമ്പർ 1 ഒരു 10 ആണെന്ന് വിചാരിക്കുക, നമ്പർ 2 5 ആണെന്ന് ചോദിക്കുക. അപ്പൊ ഇത് ഈ കണ്ടീഷൻ ഓക്കെ.
ഈ കണ്ടീഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കുക, 3യും 5ഉം ആണെന്ന് വിചാരിക്കും. നമ്പർ 1 ആണല്ലോ ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ദെൻ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. എക്കോ നമ്പർ 1 ഈസ് ഗ്രേറ്റർ. ഓക്കെ, ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. ഇനി ഇങ്ങനെ അല്ലാത്ത കണ്ടീഷൻ നമ്മൾ നേരത്തെ കൊടുത്തു. ഇവിടെ 3 കണ്ടീഷൻസ് വരുന്നുണ്ട്. നമ്മളിവിടെ എന്താ യൂസ് ചെയ്യുന്നത്? എൽസ് ഇഫ് കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. സോ എൽസ് ഇഫ് കണ്ടീഷൻ വെച്ച് ഇഫ് ദെൻ കൊടുത്തു. അടുത്ത് എൽസ് ഇഫ് ആണ് വരുന്നത്. എൽസ് ഇഫ് ഇതല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ എഴുതാനാണ് എൽസ് ഇഫ് കൊടുത്ത്. എൽസ് ഇഫ് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കാം? $, നമ്പർ 2 greatest of number 3. നമ്പർ 2 നമ്പർ 3നെയും കാട്ടി ഗ്രേറ്റസ്റ്റ് ആണോ? നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ പ്രൂവ് ചെയ്തു നമ്പർ 1 ഗ്രേറ്റസ്റ്റ് അല്ല എന്ന്. അതുകൊണ്ടാണ് നമ്പർ 2 ഗ്രേറ്റസ്റ്റ് ആണോ. നമ്പർ 2 ഗ്രേറ്റസ്റ്റ് ആണോ എന്ന് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു നമ്പർ 1ഉമായിട്ട്. നമ്പർ 3യുമായിട്ട് കമ്പയർ ചെയ്യാനാണ് ഈ കണ്ടീഷൻ കൊടുത്തത്. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെന്ന് മീൻസ് നമ്പർ 2 ഗ്രേറ്റർ ആണെങ്കിൽ ദെൻ എക്കോ എന്താവും? എക്കോ നമ്പർ 2 ഈസ് ഗ്രേറ്റർ എന്ന് പ്രിന്റ് ചെയ്യും. ഇതും പ്രൂവ് ചെയ്തില്ല, ഇതും സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നാണെങ്കിൽ നമ്മൾ അടുത്തെന്തൊരു വീണ്ടും ഒരു എൽസ് കണ്ടീഷൻ വരും. എൽസ് എന്താണ്? എക്കോ നമുക്ക് എന്ത് പറയും? ഇത് രണ്ടും പ്രൂവ് ചെയ്തില്ലെങ്കിൽ എൽസ് എന്തായിരിക്കും? എക്കോ നമ്പർ 3 ഈസ് greatest number. ഓക്കെ, സോ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ഇഫ് എൽസ് ഇഫ് എല്ലാം യൂസ് ചെയ്തു. അവസാനം നമ്മൾ ഒന്ന് മറക്കണം, ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എൽസ് ഇഫ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻഡിങ് നമ്മൾ എന്ത് കാണിക്കണം? സ്റ്റോപ്പിന് വേണ്ടി ഇഫിനെ തിരിച്ചിട്ട് EFI എന്ന് ഡിനോട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേ ഒരു പ്രോഗ്രാം ഷെൽ പ്രോഗ്രാമിംഗ് എൻഡ് ചെയ്യത്തുള്ളൂ. സോ ഇതാണ് കണ്ടീഷൻ അപ്ലൈ ചെയ്തത്. ഒന്നും കൂടി പറയാം. ഇഫ് കണ്ടീഷനിൽ 2 നമ്പേഴ്സ് കമ്പയർ ചെയ്തു, ഏതാണ് ഗ്രേറ്റർ. അതേപോലെ മൂന്നാമത്തെ നമ്പറുമായിട്ട് ഫസ്റ്റ് നമ്പർ കമ്പയർ ചെയ്തു. അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്താണ്? ഗ്രേറ്റർ ആണ്. അല്ലെങ്കിൽ സെക്കൻഡ് നമ്പറും തേർഡ് നമ്പറും കമ്പയർ ചെയ്തു, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ നമ്പർ ഗ്രേറ്റർ ആണ്. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഓൾറെഡി എന്തെന്ന് പറയാം? മൂന്നാമത്തെ നമ്പറാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ. സോ ഇതാണ് ഷെൽ പ്രോഗ്രാമിന്റെ ബിഗ്ഗസ്റ്റ് എമംഗ് 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സ് തന്നിട്ട് അതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന പ്രോബ്ലമാണ് ഇപ്പം ചെയ്തത്. ഈ പ്രോഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ നെക്സ്റ്റ് നമ്മൾ ഷെൽ പ്രോഗ്രാമിൻ്റെ 3 മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് പ്രോഗ്രാം വന്നിട്ട് ഫിബിനോക്കി സീരീസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സിസ്റ്റം കോൾസിൻ്റെ പ്രോഗ്രാംസ് ആയിരിക്കും ചെയ്തു തുടങ്ങുന്നത്. ഓക്കെ, ദെൻ ബൈ.